നമുക്ക് കുഞ്ഞമ്മന് വേണ്ടി പോയാലോ? ഹലോ. സോ ഉത്സവം കൂടാനായിട്ട് ഞങ്ങളെല്ലാവരും അമ്മാമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഓരോ പണികളുമായിട്ട് തിരക്കിലാണ്. ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ എത്തിയെങ്കിലും മാമനും മാമിയും പിള്ളേരൊക്കെ എത്തിയതുണ്ടായിരുന്നുള്ളൂ. തെങ്ങുമുള ഭരണി കൂടാനാണ് ഞങ്ങളെല്ലാവരും അമ്മാമ്മയുടെ വീട്ടിലേക്ക് വന്നേക്കുന്നത്. നാളെയാണ് തെങ്ങുമുള ഭരണിയെങ്കിൽ ഞങ്ങളെല്ലാവരും തലേദിവസം തന്നെ പെട്ടിയും കിടക്കയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിത്തേക്കുള്ള ഫുഡ് എത്തി. ചപ്പാത്തിയും ദോശയൊക്കെ ആയിട്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം കള്ളനും പോലീസും കളിക്കാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചീട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിള്ളേർ. അങ്ങനെ പയ്യെ വന്നിരുന്നൊരു ദോശ മാത്രമല്ല, നേരത്തെ ചപ്പാത്തി അകത്താക്കിയായിരുന്നു, അതെടുക്കാൻ മറന്നുപോയി. എന്നാലും നമ്മുടെ പിള്ളേരെല്ലാം ഫുഡൊക്കെ കഴിച്ച് പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്മമാർ ഇവിടുന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കള്ളനും പോലീസും കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടെ ഇരിക്കുന്ന ആർക്കും പിന്നെ ഉടായിപ്പ് എന്താണെന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പോലീസ് കള്ളനെ പിടിക്കുന്ന സീനാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കള്ളനെ പോലീസിനെ കണ്ടുപിടിച്ച് കുറേ സമയം അങ്ങനെ പോയി. അങ്ങനെ വെട്ടിക്കുറിച്ച് കൂട്ടിയെടുത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ കല്ലു ഹൈസ്കോർ അടിച്ചിട്ടുണ്ട്. നാളെ പിള്ളേർക്കെല്ലാം ക്ലാസ്സിൽ പോകണമെന്നുള്ളതുകൊണ്ട് തന്നെ അവരെല്ലാവരും പതിയെ ഉറക്കമായി. അമ്മാമ്മയും കൂടെ നാളെ സദ്യക്ക് വേണ്ടിയുള്ള ഇഞ്ചി അച്ചാറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഉറക്കം വരുന്നില്ല. അപ്പോൾ പിന്നെ കിട്ടിയ സമയം വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ എൻ്റെ കുറച്ച് അസൈൻമെൻറ്റും എഴുതി വെച്ചു. പിന്നെ നാളത്തെ അമ്പലവിശേഷങ്ങളുമായിട്ട് അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ഫ്രം കാർത്തു.